നമ്മുടെ ജീവിതത്തിൽ ഒന്നും അങ്ങനെ ആക്സിഡൻ്റായിട്ട് സംഭവിക്കത്തില്ല. എല്ലാത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കണക്ക് കൂട്ടലുണ്ട്. കാര്യം അമ്മ എനിക്ക് ഈ രൂപം തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, തലേ ദിവസം അവിടെ അർത്ഥിയിൽ തിരുമല ഭാഗത്ത് ഒരു മണിസാറുണ്ടായിരുന്നു. അപ്പോൾ മണിസാറിൻ്റെ അടുത്ത് പോയി പഠിക്കുന്ന ഒരു ഈഴവ സമുദായത്തിലൊരു സഹോദരൻ ഉണ്ടായിരുന്നു. എൻ്റെ വലിയ അടുത്ത ആത്മസുഹൃത്താണ്, ഇപ്പോഴും അങ്ങനെ. അപ്പോൾ ചിത്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചിത്രൻ തലേ ദിവസം വന്ന് പറഞ്ഞു, അച്ഛാ മണിസാറിൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഡ്രോയിങ് കഴിഞ്ഞു, ഞാൻ ഇനി ഫീൽഡ് വർക്കിന് ജോലിക്ക് ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അത് തലേ ദിവസം അമ്മ പറഞ്ഞതിന് തലേ ദിവസമാണ് അത് പറഞ്ഞത്. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിത്രനെ ഓർത്തു, ദൈവമേ ചിത്രം പെയിൻറ്റ് ചെയ്യുമില്ല, ചിത്രനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രനോട് പറഞ്ഞടാ, എല്ലാം കൂടി എൻ്റെ അടുത്ത് 2000 രൂപയുണ്ട്, അന്നത്തെ 86 2000 രൂപയാണ്, ഇതാണ് എൻ്റെ ഉള്ളത്, അത് ഞാൻ നിനക്ക് തരാം, നീ എനിക്ക് ഈ ചിത്രം ഒരു ക്യാൻവാസിൽ വരച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ 2000 രൂപ എന്ന് പറഞ്ഞാൽ നിനക്കറിയാമല്ലോ, ഇന്നത്തെ ഒരു അന്ന് 86 ഇപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞ് 38 വർഷമായില്ലേ. അപ്പോൾ അന്നത്തെ 2000 രൂപ അതിൻ്റെ വില ഉണ്ട്, എത്രയാണെന്ന് നിൽക്കാൻ പാടില്ല, മൂല്യം ഇന്നത്തെ മൂല്യം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ ചിത്രത്തിന് 2000 രൂപ കൊടുത്ത് പറഞ്ഞു, ഇതൊന്ന് വരച്ചു തരാൻ പറഞ്ഞു. എന്താണ്, എനിക്കത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. ദൈവം എൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് വന്ന് എത്തിയിട്ടുള്ള വഴികളെക്കുറിച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്യണത്, ആ അന്നത്തെ കാലത്ത് വരപ്പിച്ചെടുത്ത ചിത്രം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇടവകയിൽ ചെല്ലുമ്പോഴും യാത്ര ട്രാൻസ്ഫർ ആകുമ്പോൾ എല്ലാ വണ്ടിയും പുസ്തകവും ചെടിച്ചട്ടിയും എല്ലാം കയറ്റി വിടും. പക്ഷേ ഞാൻ പോകുമ്പോൾ എൻ്റെ കാറിൽ ഈ ചിത്രം മടി വെച്ചുകൊണ്ടാണ് ഞാൻ പോണത്. അത് ഒരു ബന്ധമാണ് ശരിക്കും. എൻ്റെ കാറിൽ ചിത്രം ഉണ്ടാവും. എന്നിട്ട് ഞാൻ അവസാനം കൃപാസനം സ്ഥാപിച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു ഓഫീസായി ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു 10 കൊല്ലമായിരുന്നു ഈ ഓഫീസിലായിട്ട്. ഓഫീസായപ്പോൾ എനിക്കൊരു സ്ഥിരപ്രതിഷ്ഠയുടെ ഓഫീസ് കിട്ടിയില്ല. ഞാൻ പിന്നെ കൊണ്ടുവന്ന് പടം എടുത്ത് എൻ്റെ പിന്നിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുറി കാണുമ്പോൾ ഇപ്പോൾ ആൾക്കാരെ കയറാൻ പറ്റില്ല, പണ്ട് കയറാൻ പറ്റുമായിരുന്നു. ആ മുറിയിൽ ആ പടം ഞാൻ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ആ പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം, ഇതൊരു ദൈവവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നിങ്ങൾ ഒക്കേഷനിലാക്കരുത്. നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി എപ്പോഴും നിങ്ങൾ ഞാൻ കൂടെയുണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് കണ്ടെത്താൻ കഴിയണം. കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വിശ്വാസം തന്നെ ആ ശരിക്കും നമ്മൾ ഇൻവെസ്റ്റഡ് വിശ്വാസമുണ്ട്. അത് നമ്മൾ ഒരു നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത വിശ്വാസമുണ്ട്. അപ്പം മാതാപിതാക്കന്മാരുടെ ഗ്യാരണ്ടിയിൽ നമ്മൾ വേണമെങ്കിൽ മാതാപിതാക്കന്മാർ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, പക്ഷേ നമ്മുടെ പേരിൽ കൂട്ടിയ വിശ്വാസമുണ്ട്. ഇപ്പോഴും പലർക്കും തന്നെ ഒരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കന്മാർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവരങ്ങനെ ക്രിസ്ത്യൻസായിട്ട് ജീവിക്കുന്നത്. അപ്പം നിങ്ങളുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന സംഭവത്തിൽ നിങ്ങളുടെ പേരല്ല കിടക്കണത്. കാര്യം നിങ്ങളുടെ പേര് കൂട്ടിയിട്ടില്ല. നിങ്ങളെ വിശ്വാസ പ്രമാണം എപ്പോഴും പേരിൽ കൂട്ടണം നമ്മൾ. എന്നിട്ട് നിങ്ങൾ തൻ്റെ പേര് സ്വന്തമായിട്ട് പിടിക്കണം. നിങ്ങളുടെ പേരിൽ അപ്പൻ്റെ ഒക്കെ കിട്ടിയ വിശ്വാസമാകാം, അപ്പൂപ്പൻ്റെ ഒക്കെ കിട്ടിയ വിശ്വാസമാകാം, തോമസ് ലിയ ആരും ആയിക്കൊള്ളട്ടെ. അതൊന്നും പാരമ്പര്യമായിട്ട് ആശയപരമായിട്ട് ശരിയാണെങ്കിലും പ്രായോഗികമായിട്ട് ശരിയാകത്തില്ല. കാര്യം കർത്താവ് ചോദിക്കുന്നത്, അങ്ങനെ തോമസ് ലിയായും ഫ്രാൻസിസ് സേവ്യറും അങ്ങനെ പലരും പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയും. ഹും ഡു യു സേ ദാറ്റ് ഐ ആം? അതാണ് പത്രത്തോട് ചോദിക്കുന്നത്. അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതാണ് പ്രശ്നം. നമ്മൾ പറയണം, അപ്പോഴാണ് നമ്മുടെ പേരിൽ കൂട്ടി തൻ്റെ പേര് പിടിക്കണത്. പിന്നെ നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കണം. ഈ ടാക്സ് അടക്കണം. ഇപ്പോൾ എനിക്ക് കോവിഡ് വന്നു. കോവിഡ് വിജയകുമാറിൻ്റെ പരിപാടി എന്താണ്, ഓരോ 3 ദിവസം കൂടുമ്പോഴും പുള്ളി 6000 രൂപ മുടക്കിയിട്ട് കോവിഡ് ടെസ്റ്റ് നടത്തുകയാണ്. വല്ല കാര്യമുണ്ടോ? അച്ഛൻ സുഖപ്പെട്ടാന്ന് അറിയാൻ വേണ്ടി ഈഗർനെസ് അനുസരിച്ചുകൊണ്ട് പ്രൈവറ്റായിട്ട്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്, പ്രൈവറ്റായിട്ട് എപ്പോഴും സിറം എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് സന്ധ്യയപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ വിജയകുമാർ സങ്കടപ്പെട്ട് വരും, അച്ഛാ ശരിയായിട്ടില്ല, ശരിയാകും വെച്ചാൽ എന്നു പറയും. അപ്പോൾ കോവിഡ് മാറില്ല. കാര്യം 40 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരൻ ഒരു 10-20 ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് കോവിഡിൻ്റെ. കാര്യം പുറത്ത് ടെസ്റ്റ് നടത്തണമെങ്കിൽ ഗവൺമെൻറ്റിൽ ഫ്രീ ആണ്, പുറത്ത് അതിൻ്റെ കിറ്റൊക്കെ വാങ്ങിക്കണ്ടേ, അതിന് 2800 രൂപയാണ് ചാർജ് ചെയ്യണത്. അങ്ങനെ 10-12 പ്രാവശ്യം പുള്ളി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. എന്നിട്ട് ശരിയായില്ല. എന്താ കാര്യം, ഈ സമയത്തെല്ലാം നമ്മൾക്ക് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ. എന്നിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളെ കർത്താവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുക്കുന്നു. ഇത് ക്ലേശകാലമാണ്. കർത്താവ് പറയത്തില്ലേ, ഒരു ക്ലേശമായ കാലം ഉണ്ടാകും, കല്ല് പെറുക്കി കളയാനൊരു കാലം, അല്ലെ ആലിംഗനം ചെയ്യാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, രോഗിയായിരിക്കാൻ ഒരു കാലം, ദൈവത്തിൻ്റെ ഒരു കാലം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. സഭാപ്രസംഗകൻ 3:5. സഭാപ്രസംഗം 3:5. കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്.
സഭാപ്രസംഗി 3:4. കരയാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം. നൃത്തം ചെയ്യാൻ ഒരു അപ്പൊ കാലം. ചില കാലങ്ങൾ ദൈവഹിത പ്രകാരമായിട്ട് വരും. അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യണം. അല്ല അവർക്ക് വന്നില്ലല്ലോ കാലം, എനിക്ക് മാത്രം ഉടമ്പടി എടുത്ത് എനിക്ക് മാത്രമുള്ള ദുഃഖം, എനിക്ക് മാത്രമായ രോഗം എന്ന് പറഞ്ഞ് ദൈവത്തെ മുൾമുനെ നിർത്തരുത്. ഇത് കർത്താവ് എനിക്ക് നൽകുന്ന കൽപ്പന നൽകുന്ന കാലമാണ്. ഇത് ഞാൻ ദൈവഹിതമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ കുരിശിന് ഞാൻ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റും. അങ്ങനെയാണ് കൃപയുടെ കൊടീശ്വരനാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ മൂല്യം വർദ്ധിക്കുന്നത്. അതാണ് ദൈവ തിരുസനി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് സ്വീകരിക്കേണ്ട സ്ഥിതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 12:21. ലൂക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. സമ്പത്ത് ശേഖരിക്കുന്നവനും. തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കണവന് ലോകായിക രൂപയിൽ പോട്ടെ, അത് വിഷയമല്ല. ദൈവത്തിരുസനി സമ്പന്നനാകണമെന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയിൽ സമ്പന്നനാകുക എന്നതിൻ്റെ അർത്ഥം. കാരണം ദൈവം വിലമതിക്കണത് എന്താണ്? കൃപയാണ്. മലാന്റെ മുമ്പിൽ വന്നുകൊണ്ട് മാലാഖ സ്തുതി പറയാൻ കാര്യം എന്താണ്? കരുത്തമേനെ എന്ന് പറയാൻ കാര്യം എന്താ? കൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവം മൂല്യം കൊടുക്കുന്നത് എന്താ? കൃപയാണ്. കൃപാസനത്തിൽ വരുമ്പോൾ, ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് മറ്റ് സ്ഥാവര ജംഗ വസ്തുക്കളുടെ വീണ്ടെടുപ്പും വികസനത്തെക്കാൾ ഉപരി ദൈവമായിട്ടൊരു ബന്ധപ്പെടുത്തുകയും നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ഉണ്ടാക്കുകയും പുരുഷന് നിങ്ങളെ വിശ്വാസം കൊണ്ട്, പുരുഷൻ നിങ്ങളെ പ്രത്യാശ കൊണ്ട്, പുരുഷൻ നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹം കൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റണം. അപ്പോൾ ആ കൃപ നിങ്ങളുടെ ആത്മാവിന് കൂടെ ഉണ്ടാകുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ മൂല്യമുള്ളവരായിട്ട് മാറും. അതാണ് 12:51. ദൈവതിരുസന്നിധി സമ്പന്നരാകുക. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയിലൂടെ ദൈവതിരുസന്നിധിയിൽ സമ്പന്നരാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. നമുക്കറിയാം ഓരോ ക്രൈസിസും നമ്മളെ സമ്പന്നരാക്കുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. അതിന് ജോളി വിൻസെൻ്റ്, ക്ലാപ്പന, കൊല്ലത്ത് ക്ലാപ്പന എന്ന് ജോളി വിൻസെൻ്റ്. ഇപ്പം ജോളിയും വിൻസെൻറ്റും ഒരു സ്വപ്നം കണ്ട്, രണ്ടുപേരും രണ്ടിടത്ത് വെച്ച് ഒരേ സ്വപ്നം കണ്ട്. ഈ ദൈവത്തിൻ്റെ വഴികൾ കണ്ടില്ലേ? ദൈവത്തിൻ്റെ വഴികൾ ഭയങ്കര വിസ്മയാവഹമാണ്. എന്താ കാരണത്? ഭർത്താവും ഭാര്യയും ഒരേ സ്വപ്നം രണ്ടിടത്ത് വെച്ച് കണ്ടു. എന്താ കണ്ടത്? എന്താണ്? മകനെ അപകടപ്പെടുന്നത്. മകൻ അപകടപ്പെടുന്നു. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് പറഞ്ഞില്ലേ? വെളുപ്പുകൾ വരാൻ പോകുന്ന കാര്യങ്ങൾ. യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ, അത് ഡാമേജ് അല്ലെങ്കിൽ, ഉടമ്പടി പ്രകാരമാണ് നിങ്ങളെല്ലാം ചെയ്യണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് എനിക്ക് ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് കളക്ഷൻ. അപ്പോൾ എൻ്റെ റെക്ടർ ക്ലോഡച്ചൻ്റെ മുറിയിലൊക്കെ ചെന്നിട്ട് പോസ്റ്റ്മാൻ വരുമ്പോൾ 2-3 പ്രദേശത്ത് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടാകും. ഇവരെല്ലാവരും കൂടി ആദ്യം ഓടി എത്തണവർക്ക് ക്ലോഡച്ചൻ സ്റ്റാമ്പ് പറിച്ചു കൊടുക്കും. അച്ഛന് കൂടുതൽ സ്റ്റാമ്പ് വരുന്നത് കാനഡയിൽ നിന്നാണ്, മലേഷ്യയിൽ നിന്ന്. മലേഷ്യയിൽ ചിത്രശലഭത്തിൻ്റെ സ്റ്റാമ്പും, കാനഡയിൽ അവിടുത്തെ ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ ചോപ്പ് പെരിയുടെ സ്റ്റാമ്പ് വരും. ഭയങ്കര രസമാണ്, ഭംഗിയാണ്. അപ്പോൾ ക്ലോഡച്ചടിക്കുന്ന റെക്ടർച്ചടിക്കുന്ന സ്റ്റാമ്പ് അടിച്ച് മാറ്റാൻ വേണ്ടി ഉള്ള ഓട്ടം ഈ പോസ്റ്റ്മാൻ വരുമ്പോൾ ചെയ്യണതാണ്. ഞാൻ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടം പോലെ തന്നെ എന്നിട്ട് ഈ പറിക്കണ സമയത്ത് സ്റ്റാമ്പിൻ്റെ പല്ല് ഡാമേജ് ആകും. അപ്പോൾ ഈ പറിക്കുമ്പോൾ ക്ലോഡച്ചൻ പ്രായമുള്ള അച്ഛനാണ്. പ്രായമുള്ള അച്ഛന് കാനഡയുടെ മലേഷ്യയുടെ സ്റ്റാമ്പ് പെട്ടെന്ന് അച്ഛനെ അതിൻ്റെ കത്തെടുക്കാൻ വേണ്ടിയുള്ള ഇതിൽ അച്ഛൻ ഞങ്ങൾക്ക് സ്റ്റാമ്പ് തരണതിനേക്കാൾ ഉപരി അച്ഛനെ അതിനകത്തുള്ള കത്തെടുക്കണം. അതിന് വേണ്ടി പറിക്കുമ്പോൾ പേടി ചങ്കിടിച്ചുകൊണ്ടിരിക്കും. എന്താണ്? ഇതിൻ്റെ പല്ല് പറഞ്ഞു പോകുക, സ്റ്റാമ്പിൻ്റെ പല്ല് പറഞ്ഞാൽ ഡാമേജാണ്, പിന്നെ അത് കളയേണ്ടി വരും. അപ്പോൾ അത് ഇൻവാലിഡ് ആയിപ്പോവും, മൂല്യമില്ല. അപ്പോൾ അതുകൊണ്ട് വാലിഡ് അത് പല്ല് എല്ലാം ഉള്ള സ്റ്റാമ്പാണെങ്കിൽ ക്ലോഡച്ചന് മുറിയിൽ നിന്ന് ഞങ്ങൾ ചാടിപ്പുറത്ത് വരും കൈ ഒടിച്ചുകൊണ്ട്. എന്താണ്? ഡാമേജ് അല്ലാത്ത പുതിയൊരു വെറൈറ്റി സ്റ്റാമ്പ് കിട്ടി, അതുകൊണ്ടൊന്ന് ആൽബത്തിൽ ഒട്ടിച്ചു വെക്കും. അപ്പോൾ ഈ പല്ല് പോണത് സ്റ്റാമ്പ് ഡാമേജാണ്. ഉടമ്പടിക്കും ഇതുപോലെ ഒരു സംഭവമുണ്ട്. ചില ഉടമ്പടി ഡാമേജ് ആയി പോകും, പല്ല് പോകും. നിങ്ങൾ ധൃതി കാണിച്ചും അല്ലെങ്കിൽ നിങ്ങളത് വേണ്ട രീതിയിൽ, ഇപ്പോൾ അതിൻ്റെ ഒരു ദൈവസ്നേഹം വേണമല്ലോ ഇതിന്. പശുത്താൽ നിറവിലല്ലേ ഇത് ചെയ്യേണ്ടത്. നിരാശയിലും സങ്കടത്തോടെയും ചെയ്തു നോക്കാം. എല്ലാവർക്കും ചെയ്യേണ്ടല്ല. തിരക്കൊക്കെ ഈ ഷോർട്ടേജ് അടിക്കുന്ന പോലെ അവർക്ക് എന്ത് കിട്ടിയെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് വിളിച്ചു ചോദിക്കും, നിൻ്റെ കാര്യം വരെ നടന്നാ, നിൻ്റെ കാര്യം നടന്നാ. അവർക്ക് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെ ചില പെണ്ണുങ്ങളൊന്നും ഉടമ്പടി എടുത്തിട്ട് ഇവർക്കടിച്ചാന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും.
പരീക്ഷാഫലം പോരാ, പരീക്ഷാഫലം നീ ജയിച്ചാൽ നിനക്കെല്ലാം മൊഡ്യൂളും കിട്ടിയ എന്ന് അങ്ങോട്ടും വിളിച്ചു ചോദിക്കണം. ദൈവത്തിനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഉടമ്പടി ഫലങ്ങളെക്കുറിച്ച് പരസ്പരം പറഞ്ഞും വിളിച്ചും ചോദിച്ചും ഉടമ്പടി നിങ്ങൾ ഡാമേജ് ആക്കും. ഉടമ്പടി നിങ്ങളും ദൈവവും തമ്മിലുള്ള സ്വകാര്യ രഹസ്യമായ ഒരു ബന്ധമാണ്. അതിൻ്റെ അകത്തൊരു രഹസ്യാത്മകത ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ നോക്കിയിട്ട് നിങ്ങളുടെ ദൈവബന്ധത്തെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെ മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ള ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണം. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കേണ്ട വ്യക്തികൾ ഉണ്ടാകാൻ പാടില്ല. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് 10 പൈസ കിട്ടി, നാളെ നിങ്ങളെ സഹായിച്ച ആൾക്കാർ, ഇന്നലെ നിങ്ങളെ സഹായിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ ഉടനെ നിങ്ങൾക്ക് പൈസ കിട്ടി കഴിയുമ്പോൾ വീട്ടിൽ ശമ്പളം കിട്ടിയിട്ട് അല്ലെങ്കിൽ മകൻ വരട്ടെ അപ്പോൾ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 10,000 രൂപ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പൈസ കിട്ടി, മകൻ വന്ന് പൈസ കിട്ടി, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു സെൽഫോൺ മേടിക്കാം, ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാം, ആ കാശ് പിന്നെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ഡാമേജ് ആയിപ്പോയി. അതെ കാര്യം, നിങ്ങൾ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? മകൻ വരട്ടെ, മകൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാശ് തരാം എന്ന് പറയുന്നത് നിങ്ങളെ വിശ്വസിച്ച് ആണ് നിങ്ങൾക്ക് ആ പൈസ വന്നത്. ഇപ്പോൾ മകൻ വന്ന് നിങ്ങൾക്ക് കാശ് കിട്ടി, പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്താ പറയണത്? നല്ല സ്മാർട്ട് ഫോൺ മേടിക്കണം, ഇങ്ങനെ തൊട്ട ഓടണ പുതിയ ഫോണുണ്ട്, അത് വാങ്ങിച്ചു. അപ്പോൾ നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് ആദ്യം മറ്റുള്ളവരുടെ കാര്യമല്ലേ ചെയ്യേണ്ടത്. നമ്മൾ കടപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അപ്പോൾ ഉടമ്പടി ഡാമേജ് ആകത്തില്ല. അല്ലെങ്കിൽ സ്റ്റാമ്പിൻ്റെ പല്ല് ഡാമേജ് ആയ പോലെ നിങ്ങളുടെ ഉടമ്പടി ഡാമേജ് ആകും. അപ്പോൾ ഉടമ്പടി ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ചേരുവകളും ചെയ്വനകളും കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ദൈവദൃശ്യം നീറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡാമേജ് ആകാത്ത ഉടമ്പടിയാണ്. ഡാമേജ് ആകാത്ത ഉടമ്പടി ഒരു ദേശീയ പാത പോലെയാണ്. ദൈവം ഏത് സമയത്തും വരും. ഇപ്പോൾ എന്താ പറയുക, ജോളിയുടെ പ്രശ്നം എന്താ? ജോളിയും വിൻസെൻറ്റും അപ്പോൾ അവർ സ്വപ്നം കണ്ട പോലെ തന്നെ മകനെ വണ്ടി ഇടിച്ച് പിറ്റേ ദിവസം. അപ്പോൾ ഭർത്താവ് ഭാര്യനെ വിളിച്ച് പറഞ്ഞില്ല. അവൾ വിളിച്ച് പറഞ്ഞാൽ ഭാര്യ വല്ലാത്ത കണ്ടീഷനായി പോകും. ഭർത്താവ് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. പോകുമ്പോൾ ഉടനെ ഭാര്യ വിളിച്ച് മകന് വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഭാര്യ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് മകൻ വണ്ടി ഇടിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഒരു മകനേ ഉള്ളേ, ഒന്നിലൊരു മകനാണേ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം, നീ അടങ്ങാമെന്ന് പറഞ്ഞു. അടങ്ങാനൊന്നുമില്ല, നിങ്ങളെ വന്ന് ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കാര്യം അവർ വയലൻ്റായി. അവർ ഉടനെ വയലൻ്റായി. ഉടനെ ഈ ഭർത്താവ് തിരിച്ചു വന്ന് വണ്ടിയിൽ ഇവരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് അവരൊക്കെ പോവുകയും ചെയ്ത് റെസ്റ്റ് എടുക്കട്ടെ, ഗ്ലൂക്കോസ് കയറുന്നുണ്ട്, വെള്ളം കുടിച്ച് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഇവർ ഡാമേജ് ആകാത്ത ഉടമ്പടിയാണ്. ഇവരുടെ ജോലിയുടെ ഉടമ്പടി ഡാമേജ് ആകാത്തതാണ്. അവർ കൃത്യമായിട്ട് ആ സംഭവം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാമേജ് ആകാത്ത ഉടമ്പടി ആയതുകൊണ്ട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈശോ പറഞ്ഞ് മകളെ അവൻ്റെ നെറ്റിക്കും നോക്കിയിട്ട് ആ പുരുകത്തിൻ്റെ മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. ഉടനെ ജോളി മകൻ്റെ പുരുകത്തോട്ട് നോക്കി. അവൻ ഉറങ്ങിക്കിടക്കാൻ കിടക്കുകയല്ലേ. നോക്കിയപ്പോഴുണ്ട് ഒരു നീലപ്പൊട്ട്. അപ്പോൾ ഇവർ നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പോൾ ഈ നെറ്റിയിൽ നീലപ്പൊട്ട് എന്താണെന്നുള്ള ഇവർക്ക് പെട്ടെന്ന് പിടികിട്ടി. ഇവരപ്പം തന്നെ ആശുപത്രിയിലേക്ക് ഓടി സർജനെ കണ്ടെത്തി പറഞ്ഞു സാറേ ഒന്നുകൂടി വന്ന് തിരിച്ചുണ്ടാവും, സ്കാൻ ചെയ്യണം, ഒരു നീലപ്പൊട്ട് കിടപ്പുണ്ട്, അത് ക്ലോട്ടിംഗ് ആണെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പോയിട്ട് വല്ല കാര്യമുണ്ട് അവിടെ? ഭർത്താവ് അതിന് കുഴപ്പമില്ലെന്ന്. അവർ നേഴ്സ് സ്കിൽഫുള്ളായിട്ടുള്ള പേഴ്സൺ വരുമ്പോൾ വ്യത്യാസം വേണ്ടല്ലേ. അവർ നേഴ്സായതുകൊണ്ട് ഹെഡ് നേഴ്സായിട്ടാണ് അവർ. അപ്പോൾ അവരൊക്കെ ഉടനെ തിരിച്ചു വന്ന് സ്കാൻ ചെയ്തപ്പോഴുണ്ട് ക്ലോട്ടാണെന്ന് അറിഞ്ഞോടുകൂടി സിറ്റുവേഷൻസ് ആപ്പാടെ മാറി. ഡോക്ടർ എല്ലാവരും മാറ്റി, ഇവനെ ഐസിയിലോട്ട് മാറ്റി. പിന്നെ എന്താ പ്രശ്നം? ഇവനിനി ഛർദ്ദിക്കരുത്, 1, തലവേദന ഉണ്ടാവരുത്, 2. ഇപ്പം അങ്ങനെ കുറച്ച്, അതായത് ഛർദ്ദിക്കരുത്, തലവേദന ഉണ്ടാവരുത്. ഇപ്പം നിരീക്ഷണത്തിലായി ഇവൻ. അപ്പം നിരീക്ഷണത്തിലായെങ്കിലും ക്ലോട്ട് ഇത്തിരി സീരിയസ് ആണ്. അങ്ങനെ വന്നാൽ തലക്കും ഇഞ്ചറി ഉണ്ട്, അതാണ് വിഷയം. അപ്പോൾ തലക്ക് ഇഞ്ചറി ഉള്ള കാരണം ഛർദ്ദിക്കാനുള്ള സാധ്യത 100%. ഇവർ രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടും. 3 മണിയായപ്പോൾ ഭർത്താവ് ഉറങ്ങും. അപ്പോൾ 3 മണിയാൾക്ക് ഭർത്താവ് ഉറങ്ങുമ്പോൾ ഇവർക്ക് തോന്നുകയെ ആരെയും വിളിക്കത്തില്ല. അതാണ് ഈ ഡാമേജ് ഇല്ലാത്ത ഉടമ്പടിക്കാരുടെ ഗുണം. അതാണ് ഇവർ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ആരെയും വിളിച്ചില്ല, എന്തിനാണ് വിളിക്കണത്? ഉടമ്പടി എടുക്കാത്തവരെ വിളിച്ചിട്ട് എന്ത് കാര്യമെന്ന്.
സ്വന്തം അമ്മയും അപ്പനും ഒക്കെ ഉണ്ട്, നാത്തിനൊക്കെ ഉണ്ട്. അവരാരും ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ബന്ധമില്ലല്ലോ. അവർ ഒരു മനുഷ്യൻ്റെ ചിന്ത, അവരുടെ സ്വന്തം ചിന്തയാണ്. ഞാൻ ആരെയും വിളിച്ചില്ല, ഞാൻ ഉടമ്പടി എടുത്ത ആൾക്കാരെ വിളിച്ചു. അത് എൻ്റെ മകൻ ഇങ്ങനെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വ്യത്യാസം കണ്ട, ആൾക്കാർ ഉടമ്പടിയെ കാണുന്ന രീതി കണ്ട. അവിടെ ബന്ധപ്പെട്ടവരും രക്തബന്ധമുള്ളവരെയും വിളിക്കണില്ല. അവരുടെ ബന്ധം എന്താണ്? ഈ സമയത്ത് അവർക്ക് വന്ന് മോങ്ങാനല്ല, കെട്ടിപ്പിടിച്ച് ചാകണം മുമ്പ് തന്നെ കുറേ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ലേ മറ്റേ ഗ്രേസിനെ, ആ ജിൻസിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ 2 ഓറഞ്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, അല്ലാതെ ഈ കക്ഷികൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇവർ ജോലി പറയണത് ഞാൻ ബന്ധുക്കളൊന്നും വിളിച്ചില്ല. എന്താ കാര്യം? ഞാൻ ഉടമ്പടി എടുത്തവരെ അറിയിച്ചു. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് വന്നു. അതാ വിഷയം. ഞാൻ അകത്ത് കയറി നെഞ്ചിൽ പെരട്ടി ഞാൻ എന്നെ നേഴ്സ് പുറത്താക്കി. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. കാര്യം വളരെ മോശം കണ്ടീഷനിലേക്കാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പുറത്ത് നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി എൻ്റെ ഉടമ്പടിക്ക് ആശ്രയം കൊണ്ടുപോയി അവൻ്റെ കഴുത്തേൽ കൊന്തലിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവേ, ഞാൻ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ എൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ. ഈ ഉടമ്പടിക്ക് ആശ്രയം ഇത് മാത്രമേ അവനെ ജീവനിലോട്ട് കൊണ്ടുവരാൻ ഇത് മാത്രമേ ഒരു ആധാരമുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ പറിച്ച് അവൻ്റെ നെഞ്ചിലുള്ള കിടക്കണ കൊന്തയെ കെട്ടാൻ പോവുകയാണ്. പറഞ്ഞ് ഇവിടെ അകത്ത് കയറിയപ്പോൾ ഒരു നേഴ്സ് വന്ന് തടഞ്ഞു. നിങ്ങൾക്ക് ഇതിനകത്ത് കയറാൻ അനുവാദമില്ല, ഇവിടെ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കഴിയുമ്പോൾ ഈ ആളെ ഇവിടെ കസ്റ്റഡിയിലാണല്ലോ. അപ്പോൾ ഇയാളുടെ ബോഡിയെ തൊടാനോ അമ്മയാണെന്നൊരു കാര്യമില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള കൊന്ത ഊരാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഇവൻ്റെ കഴുത്തിലെ കൊന്ത ഊരാനാണ് ഞാൻ വന്നതെന്ന് ആ നേഴ്സ് പറയുമ്പോൾ ഈ ചേച്ചി ഉള്ള സത്യം പറയും. നേഴ്സ് അങ്ങനെ ഊരരുത്, അത് മാത്രമേ ഇനിയുള്ളൊരു പിടിവള്ളിയുണ്ട്, അതുമേൽ ഈ ഉടമ്പടിക്ക് ആശ്രയം കെട്ടാനാണ് ഞാൻ വന്നതെന്ന് ഇവർ പറയും. അപ്പോൾ അവർ പറയും അത് നടക്കത്തില്ല. പറഞ്ഞാൽ അവർ പോയി കഴിയുമ്പോൾ വേറൊരു നേഴ്സ് വരും. എന്താ ചേച്ചി കരയണത്? എൻ്റെ മകനാണ്, അതിൻ്റെ കൊന്ത ഊരുമെന്നും പറഞ്ഞിട്ടാണ് അവർ പോയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതിയ നേഴ്സ് പറയും സാരമില്ല, കൊന്ത ഉരേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, അവൻ സ്കാൻ ചെയ്യുമ്പോൾ കൊന്ത ഉരണ്ട് വരികയാണെങ്കിൽ ഞാൻ തന്നെ ഊരിയെടുത്തിട്ട് ഞാൻ തന്നെ ഇട്ടോളാം, നിങ്ങൾ സമാധാനത്തിൽ ഇരിക്കാൻ പറയും. അപ്പോൾ ഇവർ പറയും, അമ്മ പറയും, ഈ കാശുരൂപം അവൻ്റെ കഴുത്തെ കെട്ടിക്കൊടുക്കാനാണ് ഞാൻ വന്ന് അകത്ത് കയറിയത്, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ നേഴ്സ് പറഞ്ഞു അതിനെന്താ അവൻ കെട്ടിക്കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ ഈ നേഴ്സിൻ്റെ കഴുത്തിൽ ഉടമ്പടി കാശുരൂപം കിടക്കും. അപ്പോൾ ഇവർ കണ്ണു നിറഞ്ഞു പോയി ശരിക്കും. അതായത് മാതാവ് മറ്റവരെ മാറ്റിയിട്ട് ഇവരെ പ്ലേസ് ചെയ്തിരിക്കണ്ട, ഉടമ്പടി എടുത്തൊരു മോളെ തന്നെ ആ സെക്കൻഡ് അവിടെ സ്പേസ് ചെയ്ത്. ഇത് ടൈമിംഗ് എന്ന് പറയും, അതാ ടൈം മദറെന്ന് പറയണം നമ്മൾ. മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ യഥാർത്ഥ ആളെ മാതാവ് പറഞ്ഞു വിട്ടിട്ട് അവർ ആ ഉടമ്പടി കാശുരൂപം കെട്ടിവെച്ചും പുറത്തേക്ക് വന്ന ആ കൊന്ത കാശുരൂപം കെട്ടിയിട്ട് പുറത്തേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെളുപ്പിന് 3 മണിയായി. 3 മണിയായപ്പോൾ ഭർത്താവ് ഉറങ്ങി. പിന്നെ ഇവർ ആശുപത്രി ജനലിംഗ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ, ഒന്നും പറയാനില്ല, എല്ലാം അമ്മയുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് ആകാശത്തിങ്ങനെ വെള്ളമേഘങ്ങൾ ഇങ്ങനെ വന്ന് നിറഞ്ഞു. എന്നിട്ട് അവിടെ നീല മേലേക്ക് തെളിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കാവലായിട്ടുണ്ടെന്ന് എൻ്റെ അർത്ഥം. അതായത് ഇങ്ങനെ ഈ ജനലിൽ കൂടെയാണ് ഇത് കാണുന്നത്. ഈ സംഭവം കടൽത്തീരം മുഴുവൻ നിറഞ്ഞിട്ട് അവസാനം വെള്ളി മേഘങ്ങളിൽ ഇങ്ങനെ അമ്മയുടെ നീലമേലെങ്കിൽ തെളിയും. അപ്പോൾ ഇവർക്ക് ഉറപ്പാവും. കാര്യം ഇവർക്കല്ലേ കോഡ് ഭാഷ അറിയത്തുള്ളൂ. ഉടമ്പടി ഡാമേജ് ആകാത്തവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ കോഡ് ഭാഷ അറിയാം. അല്ലാതെ ദൈവം എന്ത് തലകുത്തി പറഞ്ഞാലും അറിയാൻ പറ്റത്തില്ല. കാര്യം ഫ്രോഡാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ആ കറക്റ്റ് ആൾക്കാർ, ആ വേവലെന്തുള്ള സത്യസന്ധമായ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സൂചനകൾ അറിയാൻ പറ്റും, പ്രസൻസ് അറിയാൻ പറ്റും. പിറ്റേ ദിവസം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റെല്ലാം ഓക്കെയാണ്, ഛർദ്ദിച്ചിട്ടില്ല, തലവേദനയില്ല, ഓക്കെയാണ്, മകനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്. അതായത് ഇവളെ സംബന്ധിച്ചിടത്തോളം അവരെ അറിവ് അനുഭവം ബോധ്യം സാക്ഷ്യമാകും. സാക്ഷ്യം 2 തരമുണ്ട്. അറിവാണ് അനുഭവം ഉണ്ടാക്കുന്നത്. അനുഭവം മേജർ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്, മൈനർ അനുഭവങ്ങളുണ്ട്. മേജർ അനുഭവങ്ങളിൽ നിന്ന് മേജർ ബോധ്യങ്ങളുണ്ടാകും. ബോധ്യങ്ങൾ എന്തുണ്ടാക്കും? സാക്ഷ്യം ഉണ്ടാക്കും. സാക്ഷ്യം 2 തരമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഏറ്റുപറച്ചിലുണ്ട്, സാക്ഷ്യമായി ജീവിക്കണമുണ്ട്. സാക്ഷ്യമായി ജീവിക്കണ 2 തരമുണ്ട്. വേദസാക്ഷ്യമുണ്ട്, രക്തസാക്ഷ്യമുണ്ട്. ഉടമ്പടി നിങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്നത് ദൈവത്തിന് വേണ്ടി ജീവിത സാക്ഷ്യങ്ങളിലേക്കാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ, സാക്ഷ്യമായി ജീവിക്കുവാൻ ഉടമ്പടിയിലൂടെ എന്നെ വിളിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മരണം വരെ കൃപയിലെ എന്നെയും കുടുംബത്തെയും നിലനിർത്തണമേ. പരമദിവ്യകാരുണ്യത്തിന് രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. ഇടതു കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് വലതു കൈ ശിരസിൽ വെച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ആരാധന. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ
സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുപാടുന്ന വലത്ത് കരം, ആണിപ്പെടുതാറുന്ന അത്ഭുത കരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ ഈശോ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ, എല്ലാ പേശികളിലും കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്യാൻസർ, സിസ്റ്റുകൾ, മുഴകൾ, ത്വക്ക് രോഗങ്ങൾ, ചൊറികൾ, ചിരങ്ങുകൾ, ചുണങ്ങൾ കർത്താവിൻ്റെ അകത്ത് കഴുകപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ കൈകൾ കുപ്പുക. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കർത്താവ് ജീവനോടെ ഇവിടെ സാന്നിധ്യം നൽകുന്ന വലിയ സ്വർഗീയ ശക്തിയുടെ നിമിഷങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കലങ്ങിയ കുടുംബങ്ങൾ, ഭിന്നിച്ച കുടുംബങ്ങൾ, വഴിപഴിച്ചു പോയ മക്കൾ, അന്യനാടുകളിലും വിദേശത്ത് അകപ്പെട്ടു പോയവർ, ജപ്തി നടപടി നേരിടുന്നവർ, സാമ്പത്തിക സ്രോതസ്സുകൾ വറ്റിപ്പോയവർ, സാമ്പത്തികം അന്യാധീനപ്പെട്ടു പോയവർ, ആ മേഖലകളെല്ലാം സമർപ്പിക്കാൻ പോവുകയാണ്. ഒരു ഗതിയും പരഗതിയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ ആഴ്ചയിൽ തന്നെ സമയബന്ധിതമായി 7 ദിവസത്തിനുള്ളിൽ അവിടെ വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ മക്കളുടെ ആവശ്യിക്കട്ടെ. ഈശോ 38 വർഷം നേർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ ഇയാൾ താഴെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാ ജീവിത തടസ്സങ്ങള്, തീരാ ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. അച്ഛൻ്റെ പ്രാർത്ഥന ഉൾപ്പെടാത്ത വിഷയങ്ങള്, നിങ്ങളുടെ സ്വകാര്യമായ സങ്കടങ്ങള് മൗനമായി ഈശോയ്ക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കുക. അപൂർവമായൊരു സമയമാണിത്. ഇത്രയും നമ്മൾ വചനം കേട്ടതിന് ശേഷമാണ് ഇപ്പോഴും കർത്താവിൻ്റെ ദൃശ്യം മുട്ടുകുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കണ്ണീരിടുന്നത്. ഇതിൻ്റെ മേൽ സാക്ഷ്യം പറയാവുന്ന നേരത്തെ നിങ്ങൾ ഈശോയോട് പറഞ്ഞുകൊള്ളുക. സാക്ഷ്യം പറയാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിന് ഒരു സമയം കൽപ്പിച്ച് നൽകുക. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അമ്മ ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് മാറ്റത്തില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാം. സമയം നിങ്ങൾ നിശ്ചയിക്കുക. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, സമയത്തിന് മാതാവേ, സഞ്ചാരി മാതാവേ, എല്ലാ മേഖലകളിലും മക്കൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ സമയബന്ധിതമായി നിറവേറാൻ ആവശ്യമായ ദൈവത്തിൻ്റെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ പ്രതിരോധ്യമായ സ്വർഗീയ മാധ്യസ്ഥത മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ. ഈ സമയബന്ധിതമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവരുടെ കാരുണ്യത്തെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. മൗനമായി സ്വന്തം സ്വകാര്യ സങ്കടങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഈശോയെ തൊട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നിങ്ങളുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സംശയിക്കാത്ത വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് വചനത്തിൽ കേട്ടതുപോലെ പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഞങ്ങളുടെ നിലപാടുകളിലൂടെയും സമീപനങ്ങളിലൂടെയും ആത്മാവിൻ്റെ ഫലങ്ങൾ സമൃദ്ധമായി ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് എത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.